പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ബ്ലഡ് ലൈൻ ഗ്രൂപ്പിലേക്ക് ഇനി വരാൻ സാധ്യതയുള്ള റെസ്ലേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. റസൽമേനിയ 40 പരാജയത്തിന് ശേഷം ട്രൈബൽ ചീഫും ബ്ലഡ് ലൈൻ്റെ യഥാർത്ഥ ലീഡറുമായ റോമൻ റീൻസ് മാറി നിൽക്കാൻ ആരംഭിച്ചതിന് ശേഷം സോളോ സിക്കോവ ബ്ലഡ് ലൈൻ്റെ നേതൃപദവി ഏറ്റെടുക്കുന്നതും ജിമ്മി ഉസോയെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ടാമ ടോങ്കയെ പുതിയ മെമ്പറായി ആഡ് ചെയ്യുന്നതുമാണ് ബാക്ക്ലാഷിന് മുൻപ് വരെ നമുക്ക് കാണാൻ സാധിച്ച ബ്ലഡ് ലൈൻ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. പോൾ ഹേമന് എന്താണ് നിലവിൽ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൽ നടക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ സംശയവുമുണ്ട്. എന്നാൽ ബാക്ക്ലാഷ് 2024 സ്ട്രീറ്റ് ഫൈറ്റ് മത്സരത്തിൽ സോളോ സിക്കോവ, ടാമ ടോങ്ക തുടങ്ങിയ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിനെ സഹായിക്കാൻ വേണ്ടി ടാമ ടോങ്കയുടെ സഹോദരനായ ടോങ്ക ലോവ എന്ന് പറയുന്ന റെസ്ലറുടെ ഒരു ഡെബ്യൂ ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. ടോങ്ക ലോവ വന്നുകൊണ്ട് ബ്ലഡ് ലൈൻ്റെ പുതിയ മെമ്പറാണ് എന്ന് പറയുന്നതോട് കൂടിയിട്ടാണ് ആ ഒരു മത്സരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അവസാനിക്കുന്നത്. അപ്പോൾ നിലവിൽ ഒഫീഷ്യലായി 3 മെമ്പേഴ്സാണ് ബ്ലഡ് ലൈൻ ഗ്രൂപ്പിന് ഉള്ളത്. റോമൻ റീൻസിൻ്റെ കാര്യം നമുക്ക് കൃത്യമായി അറിയില്ല. അത് ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. പോൾ ഹേമൻ അടക്കം, അതായത് ഒരു സ്പെഷ്യൽ കൗൺസിൽ അടക്കം 4 വ്യക്തികളാണ് നിലവിൽ ബ്ലഡ് ലൈനുമായി അനുബന്ധിച്ച് നിലവിൽ സ്മാക്ഡൗൺ ബ്രാൻഡിൽ ഉള്ളത്. ഇനി ആരൊക്കെ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് 2 റെസ്ലേഴ്സിൻ്റെ ഒരു അപ്ഡേറ്റ്സ് ആണ് പങ്കുവെക്കാനുള്ളത്. അതിൽ ആദ്യത്തേത് ടാമ ടോങ്കയുടെ മറ്റൊരു സഹോദരനായ ഹിക്കലയോ എന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. ഹിക്കലയോ നിലവിലും ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റുള്ള റെസ്ലറാണ്. അവരുടെ ലേറ്റസ്റ്റ് ഇവൻറ്റിലും ഹിക്കലയോ ഭാഗമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഹിക്കലയോയെ WWE കൂടാരത്തിലേക്ക് എത്തിക്കാൻ ട്രിപ്പിൾ എച്ച് വളരെ ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നു. അത്തരത്തിൽ കോൺട്രാക്റ്റുമായി സംബന്ധിച്ച് ചില സംസാരങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നുള്ളൊരു വാർത്തയൊക്കെ വന്നിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങളായി അത്തരത്തിലുള്ള യാതൊരുവിധ അപ്ഡേറ്റ്സും നമുക്ക് അറിയാൻ സാധിച്ചിരുന്നില്ല. ടോങ്ക ലോ എന്ന് പറയുന്ന ഈ ഒരു റെസ്ലറിനെ സൈൻ ചെയ്തതായിട്ടുള്ള യാതൊരുവിധ അപ്ഡേറ്റ്സും നമുക്ക് ഈ ഒരു ഡെബ്യൂവിന് മുൻപ് വരെ കേൾക്കാൻ സാധിച്ചിരുന്നില്ല. അതേപോലെ ഹിക്കലയുടെ ഒരു ഡെബ്യൂവും നമുക്ക് കാണാൻ സാധിച്ചേക്കാം. ഇനി ഹിക്കലയോ WWE ഒരു കോൺട്രാക്റ്റ് നിലവിൽ സൈൻ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൽ നീ കുറച്ചും കാലം കൂടി നിന്നോ, നിൻ്റെ ഷെഡ്യൂളൊക്കെ തീർത്തിട്ട് വന്നാൽ മതി എന്നുള്ള ആ ഒരു വിട്ടുവീഴ്ച കോൺട്രാക്റ്റിൽ WWE കൊടുത്തിട്ട് ഹിക്കലയോ നിലവിൽ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗുമായി ഒരുമിച്ച് പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. ട്രിപ്പിൾ എച്ച് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിലവിൽ സീക്രട്ടായിട്ട് വളരെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഹിക്കലയുടെ ഒരു സുപ്രഭാതത്തിലെ ഒരു ഡെബ്യൂ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നിലവിൽ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലാണ് ഹിക്കലയോ വർക്ക് ചെയ്യുന്നത്. ഹിക്കലയോ ഇപ്പോൾ ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷം 2 ട്വീറ്റുകളാണ് എക്സ് എന്ന പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിട്ടുള്ളത്. അതിൽ ഒന്ന് ഒരു കണ്ണിൻ്റെ ഇമോജിയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ WWE വേണ്ടി ഡെബ്യൂ നടത്തിയതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമോജി. അപ്പോൾ തന്നെയും പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു അർത്ഥം കൂടി ആ ഒരു കണ്ണിന് പിറകിലുണ്ട്. രണ്ടാമത്തേത് CU എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എയർപോർട്ടിൽ നിന്ന്, അതായത് ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുൻപുള്ള ഒരു ഫോട്ടോയും ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം അദ്ദേഹം വരുന്നു എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് പോകുമ്പോൾ ഹിക്കലയോ കൂടി WWE ഒരു ഭാഗം ആകുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഹിക്കലയോ കൂടി WWE ഭാഗമാകുമ്പോൾ ബ്ലഡ് ലൈനിലേക്ക് പുതിയൊരു മെമ്പറും കൂടി വരുന്നു എന്ന് അർത്ഥം. രണ്ടാമത്തേത് ജേക്കബ് ഫാറ്റു എന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. യഥാർത്ഥത്തിൽ ബാക്ക്ലാഷ് 2024 നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ജേക്കബ് ഫാറ്റുവിനെയാണ്. കാരണം WWE ഒരു കോൺട്രാക്റ്റ് ജേക്കബ് ഫാറ്റു ഇപ്പോൾ തന്നെ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡെബ്യൂ പ്രതീക്ഷിച്ച നമുക്ക് ടാങ്ക ലോ എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ഒരു ഡെബ്യൂ ആണ് കാണാൻ സാധിച്ചത്. എന്തായാലും ജേക്കബ് ഫാറ്റു WWE ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൻ്റെയും ഭാഗം ആകും എന്നുള്ളത് 100% ഷുവർ ആയിട്ടുണ്ട്. മിക്കവാറും ഈ വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ നമുക്ക് ആ ഒരു ഡെബ്യൂ കൂടി പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ 2 റെസ്ലേഴ്സിനെ സംബന്ധിച്ചാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഈ 2 റെസ്ലേഴ്സ് ഭാവിയിൽ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൻ്റെ ഭാഗം ആകും എന്നുള്ളത് 100% ഷുവർ ആണ്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.